വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിഷുവിന് ഇടാൻ പറ്റിയ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സ്ഥലത്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ ആമസോണിൽ നിന്നാട്ടോ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. പിന്നെ സിൽക്ക് മെറ്റീരിയലാട്ടോ വരുന്നത്. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇതിലിങ്ങനെ ഡിസൈൻ വരുന്നുണ്ട്. വീനെക്കാണ്, 3/4 സ്ലീവ്. സ്ലീവിൻ്റെ അറ്റത്തും ഈ ഒരു പാർട്ടിലെ പീസ് ബോർഡറായി വെച്ചിട്ടുണ്ട്. ബാക്കിലെ ആ ഒരു ഡിസൈൻ വരുന്നില്ല. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇവിടെ നിന്നാണ് കട്ട് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. അപ്പോൾ ഞാൻ എല്ലാ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ദുപ്പട്ട സിൽക്ക് മെറ്റീരിയലാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വേറെ 2 കളർ ഓപ്ഷൻസും അവൈലബിൾ ആട്ടോ, മെറൂണും ഗ്രീനും. ഞാൻ അത് മേടിച്ച് 1319 റുപ്പീസിനാണ്. അടുത്ത ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറിൽ വരുന്ന കുർത്ത സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു കളറാണെങ്കിലും അടിപൊളിയാണ്. 3/4 സ്ലീവാണ്. വീനെക്കാണ് വരുന്നത്. ഞാൻ ക്ലോസപ്പിൽ ഇതിൻ്റെ വർക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ എംപയർ കട്ടാണ്. പിന്നെ പ്ലീറ്റ്സ് കയറി കേട്ടോ വരുന്നത്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഫ്രണ്ടിൽ ഏറ്റവും താഴെ ഇവിടെ വർക്ക് വരുന്നുണ്ട്. സ്ലിറ്റ് ഉണ്ട് ഇവിടെ തൊട്ട്. ബാക്കിൽ ഏറ്റവും അടിയിൽ വർക്കില്ല കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. സ്ലീവിൻ്റെ അറ്റത്തും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ ഇവിടം വരെ ലൈനിങ് ഉണ്ട്. താഴത്തേക്ക് ലൈനിങ് ഇല്ല കേട്ടോ. സ്ലീവ്സിലും ലൈനിങ് ഇല്ല. ഇതാണ് പാൻസ്. സെയിം കളറിൽ സെയിം മെറ്റീരിയലാട്ടോ. പാൻസിനാണെങ്കിലും ലൈനിങ് ഉണ്ട് കേട്ടോ. സിൽക്ക് ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ. പലാസോ ടൈപ്പ് ആട്ടോ പാൻസ്. ഏറ്റവും അടിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പിന്നെ ഓർഗൻസ മെറ്റീരിയലാണ്. ദുപ്പട്ടത്തിലും ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മേടിച്ച് ഒലീവ് ഷെയ്ഡാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 1739 റുപ്പീസിനാണ്. ഇത് സാങ്ക്രിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. അടുത്തത് ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. സ്വീക്കൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലും. സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് ഇവിടെ തൊട്ട്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് ഉണ്ട്. സ്ലീവ്സിൽ മാത്രം ലൈനിങ് ഇല്ല. ഈ ഒരു പോർഷനിലും പിന്നെ താഴത്തേക്കും ലൈനിങ് വരുന്നുണ്ട്. ഓഫ് വൈറ്റ് ഷെയ്ഡ് ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ മെറൂൺ ഷെയ്ഡും അവൈലബിൾ ആണ്. ഇതാണ് ബോട്ടംസ്. ഇതും മെറ്റീരിയൽ സിൽക്ക് ബ്ലെൻഡ് ആട്ടോ. ഇതിനും ലൈനിങ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഇവിടെ ഡ്രോ സ്ട്രിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി വയ്ക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഏറ്റവും അടിയിലാണെങ്കിൽ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ദുപ്പട്ട. ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ ഗോൾഡൻ ലൈൻസ് ഉണ്ട്. പിന്നെ സൈഡിൽ മൊത്തം ഗൊട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയുടെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഗൻസയാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് മേടിച്ച് 1768 റുപ്പീസിനാണ്. അത് ഒരു മെറൂൺ കുർത്ത സെറ്റാണ്. ലിബാസിൻ്റെ ആട്ടോ. യോക്ക് പോർഷനിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ കുറേ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ആൻഡ് സ്വീക്കൻസ് ഒക്കെ ഉണ്ട്. റൗണ്ട് നെക്കാണ്. 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്തും എംബ്രോയ്ഡറി ഉണ്ട്. ഇതിന് ലൈനിങ് വരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ബാക്കിൽ പ്ലെയിൻ ആട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണിത്. ഇവിടെ തൊട്ട് സ്ലിറ്റ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സിൽക്ക് ബ്ലെൻഡ് എന്നാണ്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പാൻസിൻ്റെ അടിയിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആട്ടോ. പിന്നെ ഇതാണ് ദുപ്പട്ട.
പാൻറ്റും ദുപ്പട്ടയും സിൽക്ക് ബ്ലെൻഡ് എന്നാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്വീക്കൻസ് ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് ഞാൻ മേടിച്ച് 1286 റുപ്പീസിനാണ്. അടുത്ത ഒരു ഓഫ് വൈറ്റ് കുർത്ത സെറ്റാണ്. പ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്തയാട്ടോ, 3/4 സ്ലീവ് ആണ്. ഇവിടെ ആണെങ്കിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. റൗണ്ട് നെക്കാണ്. ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ പ്ലീറ്റ്സ്, ഫ്രണ്ടിലും സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. പിന്നെ ഈ ഒരു പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ ലൈനിങ് ഇത്ര വരെ ഉള്ളൂ കേട്ടോ. ഇവിടെ സ്ലിറ്റ് ഉണ്ട്. ഇതാണ് പാൻസ്. ടോപ്പിൻ്റെ ഫാബ്രിക് ഇവിടെ കൊടുത്തിരിക്കുന്ന സിൽക്ക് ബ്ലെൻഡ് എന്നാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ പാൻസ് ആണെങ്കിൽ എനിക്ക് ഫിറ്റിങ് അത്ര കറക്റ്റ് അല്ല കേട്ടോ. ഞാനത് മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തത്. വേസ്റ്റ് കറക്റ്റ് ആണ്, പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ലൂസ് ആയിട്ടാട്ടോ വരുന്നത്. ഞാൻ മുന്നേ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഈ ഒരു മോഡൽ കുർത്ത സെറ്റ് പർച്ചേസ് ചെയ്തത് സെയിം തന്നെയാട്ടോ. അതിൻ്റെ വേറൊരു കളർ ചേഞ്ച്. അപ്പോൾ അതാണെങ്കിൽ ഞാൻ അന്ന് സ്മോൾ സൈസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എല്ലാ പ്രൊഡക്ട്സും സ്മോൾ സൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് സ്മോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻസ് എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ എല്ലാ പ്രൊഡക്ട്സും അധികവും മീഡിയം സൈസ് ആട്ടോ യൂസ് ചെയ്യാറ്. ഈ ഒരു കുർത്ത സെറ്റ് മീഡിയം ആണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പാൻസ് വേസ്റ്റ് ഒഴിച്ച് ഇവിടെയൊക്കെ ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പാൻസിൻ്റെ ഫാബ്രിക് ഇവിടെ കൊടുത്തിട്ടുള്ള സിൽക്ക് ബ്ലെൻഡ് എന്നാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫ്ലോറൽ പ്രിന്റിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആട്ടോ. ആൻഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഓർഗൻസയാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്. ഞാനത് പർച്ചേസ് ചെയ്ത 1087 റുപ്പീസ്. അടുത്ത ഇൻഡോറയുടെ കുർത്ത സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാട്ടോ വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ കോളേർഡ് ആയിട്ടുള്ള കുർത്തയാണ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ബീഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ ഇവിടുത്തെ വർക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കുർത്ത സെറ്റ് ആണെങ്കിൽ ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. കുർത്തയുടെ ഫാബ്രിക് ഇവിടെ കൊടുത്തിട്ടുള്ള സിൽക്ക് ബ്ലെൻഡ് എന്നാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഇവിടെ വരെയുണ്ട് കേട്ടോ. ഇത് സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. ഇവിടെ തൊട്ട് കട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ കണ്ടോ, ഇവിടെ രണ്ടും കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയ മോഡലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. പിന്നെ ഇതിലാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വലിയ ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നുണ്ട്. പാൻസ് ആണെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആണ്. ഇവിടെ ബാക്കിലാണ് എലാസ്റ്റിക്. ഇവിടെ ഡ്രോ സ്ട്രിങ് ഉണ്ട്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പാൻറ്റിൻ്റെ മെറ്റീരിയലും ഒരു സിൽക്ക് ബ്ലെൻഡ് ആണ്. പിന്നെ ഇതാട്ടോ ദുപ്പട്ട. ദുപ്പട്ടയുടെ ഫാബ്രിക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഗൻസയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. ഇത്രയാട്ടോ വീതി വരുന്നത്. അപ്പോൾ ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ഞാനത് മേടിച്ച 1949 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ കുർത്ത സെറ്റാണ്. ഇത് ലിബാസിൻ്റെ ആട്ടോ. വീനെക്കാണ്, 3/4 സ്ലീവ് ആണ്. ഇവിടുത്തെ ഡിസൈൻ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ ഡിസൈൻ വരുന്നുള്ളൂ, ബാക്കിലില്ല. ഇതിലാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ബ്ലെൻഡ് ആണ്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഏറ്റവും അടിയിലൊരു പടിയുണ്ട്. ആ ഒരു സെയിം പടി സ്ലീവ്സിൻ്റെ അറ്റത്തും വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ടയിൽ ബോർഡർ ആയിട്ടും വരുന്നുണ്ട്. കണ്ടോ, 4 സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നുണ്ട്. അറ്റത്ത് ഇങ്ങനെ കോർണേഴ്സിൽ ടാസൽസ് ഉണ്ട്. ദുപ്പട്ടയാണെങ്കിൽ ഷിഫോൺ മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക്. പിന്നെ ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1649 റുപ്പീസിനാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. അടുത്തത് ഓഫ് വൈറ്റ് കുർത്ത സെറ്റാണ്. നേരത്തെ ഞാൻ ഇങ്ങനത്തെ മോഡൽ ഒരു കുർത്ത സെറ്റ് കാണിച്ചില്ല. അതിൻ്റെയൊക്കെ സെയിം മെറ്റീരിയലാണ്, സെയിം പ്രിൻറ്റും ആട്ടോ വരുന്നത്. 3/4 സ്ലീവാണ്. പിന്നെ വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെയൊക്കെ വർക്ക് ഉണ്ട്, എംബ്രോയ്ഡറി. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ അറ്റത്തും ഉണ്ട്. ഇതിനാണെങ്കിൽ ഈ ഒരു പാർട്ടിലും പിന്നെ സ്ലീവ്സിലും ലൈനിങ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇവിടെ തൊട്ട് കട്ടിങ്. ഡീലാണെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ഇത്രയും ഭാഗത്ത് വർക്ക് വരുന്നുണ്ട്.
ബാക്ക് ഇങ്ങനെയാണ്. പിന്നെ ടോപ്പിൻ്റെ ഫാബ്രിക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാന്തേരി സിൽക്കാണ്. പിന്നെ ബാക്കിയുള്ള കുർത്ത സെറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് കുറച്ചൊരു ഫിറ്റഡ് ആട്ടോ. ഞാൻ മീഡിയം സൈസ് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള ഞാൻ നേരത്തെ കാണിച്ച കുർത്ത സെറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിലാക്സ്ഡ് ഫിറ്റ് അല്ല. കുർത്ത മാത്രമേ അങ്ങനെ ഉള്ളൂ കേട്ടോ. പാൻസൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഏറ്റവും അടിയിൽ ഫ്രണ്ടിൽ മാത്രം ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഫാബ്രിക് ഇവിടെ കൊടുത്തിരിക്കുന്ന സിൽക്ക് ബ്ലെൻഡ് ആണ്. പിന്നെ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയൽ ആട്ടോ വരുന്നത്. ഇങ്ങനെ സ്കാലപ്പ് ബോർഡർ ആണ്. ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാട്ടോ. ഉള്ളിലൊക്കെ ആണെങ്കിലും ത്രെഡ് വർക്ക് ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത 1499 റുപ്പീസിനാണ്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഇങ്ങനത്തെ സെയിം ഡിസൈന് വരുന്ന ഒരു കുർത്ത സെറ്റ്. ആ ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. വൃതി വോഗൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ആദ്യം കാണിച്ച കുർത്ത സെറ്റിൻ്റെ ബ്രാൻഡ് നെയിം ഇവിടെ കൊടുത്തിരിക്കുന്ന കലിനി എന്നാട്ടോ. പക്ഷേ ഈ ഒരു ടാഗിൽ വൃതി വോഗൽ എന്നാണ്. 2 കുർത്തയുടെയും അവിടെ വൃതി വോഗൽ എന്നാണ്. പിന്നെ ഇതിൻ്റെ വേറെ 2 കളർ ചേഞ്ചസും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.